ഹായ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിസ് അല്ല ഇത്. ഓക്കെ, ഇതൊരു വാർ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. കാരണം ഞാനിത് വീക്കിലി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണവും കാണത്തില്ല നിങ്ങൾക്ക്. മനസ്സിലായി പറഞ്ഞേ? കാരണം നമുക്കൊന്നും പറയാനില്ല. എന്താണ് നമ്മൾ പറയേണ്ടത്? നമുക്കൊരു കാര്യവും പറയാനില്ല. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു ഒന്നും പറയാൻ നമുക്ക് നിലവിലത്തെ അവസ്ഥയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഞായറാഴ്ച എന്താണ് സംഭവിക്കുന്നത് നമുക്ക് യാതൊരു പിടിയും കാണത്തില്ല. എങ്ങനെയാണ് ഇന്ന് രാത്രി എന്ന് പറയുന്നത് വളരെ നിർണായകമായ ദിവസമാണ്. കാരണം അവരുടെ ഇറാൻ്റെ പരമാധികാരി കൊല്ലപ്പെട്ടു. അപ്പോൾ ഇനി പുതിയൊരു അവകാശി വരുന്നു. അപ്പോൾ ഇനിയും എങ്ങനെയാണ് അവിടുത്തെ റവല്യൂഷണറി ഗാർഡ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്നുള്ളത് ഇന്ന് രാത്രിയിൽ നമുക്കറിയാം. ഇന്നലെ രാത്രി അത് കൊല്ലപ്പെട്ടെങ്കിലും ഇന്ന് നമുക്ക് രാവിലെയും ഇവിടെയൊക്കെ അറ്റാക്ക് ഉണ്ടായിരുന്നു. സൈറനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലയിടത്തും അടി നടക്കുന്നുണ്ട്. അപ്പം അവർ കീഴടങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇന്ന് രാത്രി ഇനിയും ഇതിനോട് അമേരിക്ക അല്ല ഇസ്രായേൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇനി അടുത്ത ഒരു ഫർദർ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഗതിവിഗതികൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ നമ്മൾ വെറുതെ എന്തെങ്കിലും ഊഹാപോഹം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളോട്. നിങ്ങൾക്ക് ഓർമ്മയാണെന്ന് അറിയത്തില്ല. മോദി ഇസ്രായേലിലോട്ട് പോകുന്ന സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഈ 2 ദിവസം എന്തായാലും വാറ് നടക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. മോഡി കറക്റ്റ് ഇന്ത്യയെ തിരിച്ച് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ സ്ട്രൈക്ക് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിവതും സാധാരണഗതിയിൽ യുദ്ധം ആരംഭിക്കുന്നത് എപ്പോഴാണ്? വീക്കെൻഡുകളിലായിരിക്കും, അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയിൽ US മാർക്കറ്റിന് ശേഷമൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ യുദ്ധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറ്. അതൊരു പ്രീവിയസ് ഹിസ്റ്ററി അങ്ങനെയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു സാർ ഇതെങ്ങനെ പ്രിഡിക്റ്റ് ചെയ്തു ശനിയാഴ്ച യുദ്ധം നടക്കത്തുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ താല്പര്യം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ, പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതും പോട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇനി മാർക്കറ്റ് എങ്ങനെ സംഭവിക്കുന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർട്ടിനകത്തിൽ നിന്ന് ഒരു അനലൈസ് നടക്കത്തില്ല. കാരണം ഇന്ന് രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റ് നാളെ തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ തിങ്കളാഴ്ച വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്ക് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും, ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യും, US ഫ്യൂച്ചർ ഓപ്പൺ ചെയ്യും. അപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ മാർക്കറ്റ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പം നിലവിൽ ക്രൂഡ് നമുക്ക് ക്ലോസിങ് വെള്ളിയാഴ്ച ക്ലോസിങ് $67 ഇപ്പം നിലവിൽ അത് $70 മുകളിലാണ്. അൺഒഫീഷ്യൽ മാർക്കറ്റിൽ $70 മുകളിലെങ്ങാണ്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ആണെങ്കിലും ഏതാണ്ട് 4200 റേഞ്ചിലെങ്ങാണ്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. 4200-250 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് ഏതാണ്ട് 4600 മുകളിൽ വരെ പോയായിരുന്നു. പക്ഷേ ഇപ്പം ഏതാണ്ട് 4300 റേഞ്ചിലെങ്ങാണ്ടാണ് ഇപ്പം സ്വർണം ഡോളറിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ മാർക്കറ്റിൽ ഒരു ഒരു ദുസൂചനയാണ് കാണിക്കുന്നത്. എങ്കിലും ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീണ പോലെ തന്നെ തിരിച്ചു കയറാനുള്ള സാധ്യത വേറെ പ്രത്യേകിച്ച് അൺസർട്ടനിറ്റി ഒന്നും മാർക്കറ്റിലില്ല. ഈ ഒറ്റ യുദ്ധം മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഇന്ന് രാത്രിയിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ആക്രമണത്തോട് അമേരിക്ക പ്രതികരിക്കുന്നത് ആശ്രയിച്ചിരിക്കും. ചിലപ്പം ആണെങ്കിൽ ഇന്ന് രാത്രിയിൽ കയറി ഒറ്റ നിരക്കൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം അവിടെ കൊണ്ട് തീരും. പക്ഷെ അങ്ങനെ ഒരു കടുംകൈക്ക് അമേരിക്ക തയ്യാറാകുമോ ഇല്ലെന്നുള്ളത് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ഇറാൻ ഇപ്പം ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ഇങ്ങനെ ചൊറിയുന്നതും അത്ര ശുഭകരമല്ല. കാരണം പല രാജ്യങ്ങൾക്കും പല GCC കൺട്രികൾക്കും ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കുവൈറ്റിനാണെങ്കിൽ തന്നെ എയർപോർട്ടിൽ ചെറുതായിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഫീൽഡുകളിൽ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇൻ്റർസെപ്റ്റ് ചെയ്തെങ്കിലും അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ജനവാസ മേഖലകളിലെങ്ങും ഒന്നും വന്ന് വീണില്ല. പക്ഷെങ്കിൽ ദുബായിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഒക്കെ ജനവാസ കേന്ദ്രങ്ങളിലും മിസൈലുകൾ വന്ന് വീഴുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അവശേഷങ്ങൾ വന്ന് വീണ് നാശനഷ്ടം ഉണ്ടാകുന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ആശങ്കയാണ്. മനസ്സിലായില്ലേ? അപ്പം ഇത്രയും നാളും ഈ അടിയോടെ GCC രാജ്യങ്ങൾ അത്ര അങ്ങോട്ട് അനുകൂലമായിരുന്നില്ല. പക്ഷേങ്കിൽ അവരവരുടെ രാജ്യത്തിന് കേടുപാട് പറ്റുമ്പോൾ പിന്നെ അവരത് നോക്കിയിരിക്കത്തില്ല. അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു GCC രാജ്യങ്ങൾ കണ്ണടക്കുകയും ഇറാനിൽ ഒരു ആക്ഷൻ പ്ലാൻ ഇവർ നടത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ചാർട്ടിനും ലെവലുകളിലൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാൻ എന്തുകൊണ്ടാണ് ആക്ച്വലി വീഡിയോ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ പലരും ഇങ്ങനെ നോക്കിയിരിക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ഡേ ചാർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറയാൻ വേണ്ടി മാത്രം ഡേ ചാർട്ട് നമുക്കൊന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ വീക്കിലി അനുസരിച്ച് ഞാൻ ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിനൊരു പരിസമാപ്തി ആയിക്കഴിഞ്ഞാൽ നമുക്കുള്ള വീക്കിലി അനുസരിച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വെറുതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ആ വീക്കിലി ചാർട്ടിലോട്ട് ഡെയിലി ചാർട്ടിലോട്ടൊന്ന് നോക്കാം. ഇത് ഡെയിലി ചാർട്ടാണ്. ഓക്കെ, നാളെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ഡൗണിലാണ് വന്ന് മാർക്കറ്റ് നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 24,920 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 25,178 മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, 24,900 നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഡേ വൈസിൽ ഡേ ക്യാൻഡിലാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രാഡേ ഒന്നുമല്ല പറയുന്നത്. 24,900 നിലനിർത്തുന്നുണ്ട് നോക്കുക. 900 വന്നിട്ട് തിരിച്ച് കയറി പോവോ നോക്കുക. ഇല്ല, 24,900 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 24,500 റേഞ്ചിലായിരിക്കും മാർക്കറ്റ് പിന്നെ വരാൻ പോകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്ക് പറയാനുള്ളൂ. ഒന്നുകിൽ 24,900 അത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന് താഴെ 24,500 വരെ ഒരു പക്ഷേ മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. സിവിയർ ആകുവാണെന്നുള്ളത്. ഇല്ല, എല്ലാം അവസാനിച്ചു എങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ 25,432 മുകളിൽ പോകും. മനസ്സിലായേ? ഇന്ന് രാത്രി കൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയാണ്. രാവിലെ ആകുമ്പോഴത്തേക്ക് ശുഭസൂചനയാണ്, എല്ലാം തീർന്നു, കൈ കൊടുത്ത് പിരിയുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഗ്യാപ്പ് അപ്പിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. 24,432 മുകളിൽ തന്നെ മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിലത്തെ അവസ്ഥ കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അല്ലെ 1-2 ദിവസത്തിനകം ഈ യുദ്ധം തീരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഒരു പക്ഷെങ്കിൽ ഇന്ന് രാത്രിയോ അല്ല നാളെ മാക്സിമം കൊണ്ട് ഇത് തീരാനാണ് സാധ്യത വളരെ കൂടുതൽ. ഇന്ന് ഞായറാഴ്ച ഇന്ന് രാത്രി കൊണ്ടോ അല്ല നാളെ വെളുപ്പിനെ കൊണ്ടോ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച കൊണ്ടോ ഈ പ്രശ്നം സോൾവ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഇവിടം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു പക്ഷെങ്കിൽ ഒരാഴ്ച ഇതങ്ങോട്ട് നീളാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഊഹാപോഹം പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കി അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഞാനിത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ വീഡിയോ കാത്തിരിക്കും എന്നുകൊണ്ട് മാത്രം ഞാനിത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞങ്ങളിവിടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ദൈവം വരുത്തുന്ന പോലെ വരുത്തട്ടെ, അത്ര മാത്രമല്ല പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം ഒന്നിനും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.